അത്ഭുതത്തോടെയും അങ്ങേയറ്റം ആദരവോടെയും മലയാള സിനിമാ പ്രേക്ഷകർ ആരാധിക്കുന്ന പ്രതിഭാധനനായ നടനാണ് മധു. ഇപ്പോഴിതാ അവസാനമായി താൻ കണ്ട ഒരു സിനിമയെക്കുറിച്ചും നടൻ മമ്മൂട്ടിയെക്കുറിച്ചും മധു പറഞ്ഞിരിക്കുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുന്നത്. അവസാനമായി താൻ കണ്ടത് ടൊവിനോ തോമസ് നായകനായി ട്രിപ്പിൾ റോളിലെത്തിയ അജയന്റെ രണ്ടാം മോഷണം എന്ന സിനിമയാണെന്നും എന്നാൽ പക്ഷേ ആ സിനിമ വലുതായി തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുമാണ് മധു മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത്. ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് ആകാം ഈ സിനിമ തനിക്ക് ഇഷ്ടപ്പെടാതെ പോയതിന്റെ കാരണമായും നടൻ മധു കൂട്ടിച്ചേർക്കുന്നു. താൻ ഏറ്റവും ഒടുവിൽ കണ്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നലെ കണ്ട ഒരു സിനിമയാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ടൊവിനോ തോമസിന്റെ അടിപിടി അക്രമമുള്ള ഒരു സിനിമയുണ്ടല്ലോ, ARM, അതാണ് ഇന്നലെ കണ്ടു നിർത്തിയ സിനിമയെന്നാണ് മധു പറയുന്നത്. ആ പടം തനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് മധു പറയുന്നത്. ഒരുപക്ഷെ ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടാകും. അതിനകത്ത് ചുമ്മാ അടിപിടി മാത്രമല്ലേ ഉള്ളൂ, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നാണ് മധു ചോദിക്കുന്നത്. എല്ലാ അടിപിടിയും നമ്മളെ വിഡ്ഢികളാക്കുന്നതല്ലേ? ഒരുത്തന്റെ താടിക്ക് ഒരു തട്ട് കൊടുത്താൽ അവൻ പൊങ്ങിപ്പോയി 3 കറക്കം കറങ്ങി താഴെ വീഴും, എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് അടിക്കും. അതൊക്കെ കണ്ട് സ്വയം തൃപ്തിപ്പെടുകയെന്ന് പറഞ്ഞാൽ അതിന് സാധിക്കില്ല എന്നാണ് മധു പറയുന്നത്. ARM കാണുമ്പോൾ ആ വിഷമം തനിക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് നടൻ മധുവും പറയുന്നത്. അതേസമയം ടൊവിനോ തോമസിന്റെ കരിയർ ബെസ്റ്റ് സിനിമകളിൽ ഒന്നായാണ് ARM പ്രേക്ഷകർക്കിടയിൽ വിശേഷിപ്പിക്കപ്പെടുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സിനിമ OTTയിൽ സ്ട്രീം ചെയ്തു തുടങ്ങിയതും. പിന്നീട് നടൻ മമ്മൂട്ടിയെക്കുറിച്ചാണ് മധു സംസാരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയോടുള്ള അർപ്പണബോധത്തെക്കുറിച്ച് മഹാനടൻ സംസാരിക്കുന്നു. വിരലിലെണ്ണാവുന്നതിനും അപ്പുറം സിനിമകളിൽ മമ്മൂട്ടിയും മധുവും ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി വളരെ സീരിയസ് ആയ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് തന്നെയാണ് മധു അഭിപ്രായപ്പെടുന്നത്. ജീവിതം തന്നെ വളരെ സീരിയസ് ആയി എടുത്തിട്ടുള്ള ആളാണ് മമ്മൂട്ടി. വലിയ ബഹളങ്ങളൊന്നും തന്നെ സിനിമയിൽ കാണിച്ചില്ല എങ്കിൽ പോലും ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന നടൻ കൂടിയാണ് മമ്മൂട്ടി എന്നാണ് മധു ചൂണ്ടിക്കാണിക്കുന്നത്. മമ്മൂട്ടി അഭിനയം ആസ്വദിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ നമുക്ക് നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയതിൽ അദ്ദേഹത്തെക്കാൾ ഭാഗ്യവാന്മാർ നമ്മളാണെന്നാണ് മധു മമ്മൂട്ടിയുടെ അഭിനയ പാടവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുന്നത്. ഇതുവരെയും മമ്മൂട്ടി അഭിനയിച്ചതുകൊണ്ട് മോശമായെന്ന് പറഞ്ഞ ഒരു കഥാപാത്രം ഉണ്ടായിട്ടുണ്ടോ എന്നും മധു മമ്മൂട്ടിയുടെ അഭിനയത്തെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ്. അതേസമയം തന്റെ സൂപ്പർ സ്റ്റാർ നടൻ മധുവാണെന്നത് മമ്മൂട്ടി പലപ്പോഴായി പല അഭിമുഖങ്ങളിൽ കൂടിയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. എന്റെ സൂപ്പർ സ്റ്റാർ എന്നാണ് മലയാളത്തിന്റെ മഹാനടൻ മധുവിനെ മമ്മൂട്ടി വിശേഷിപ്പിക്കാറുള്ളതും. മലയാള സിനിമാ രംഗത്ത് സത്യനും നസീറും നായക നടന്മാരായി തിളങ്ങി നിന്നിരുന്ന കാലത്ത് അവരെ പോലെ അല്ലാത്ത ഒരാൾ എന്ന നിലയ്ക്കാണ് താൻ മധുവിനെ ഇഷ്ടപ്പെട്ടതെന്നാണ് മമ്മൂട്ടി പറഞ്ഞിട്ടുള്ളത്. അതേസമയം 1982 പുറത്തിറങ്ങിയ പടയോട്ടം എന്ന സിനിമയിലാണ് മമ്മൂട്ടിയും മധുവും ആദ്യമായി ഒന്നിച്ച് അഭിനയിക്കുന്നത്. പിന്നീട് പിന്നിലാവ്, അലകടലിനക്കരെ, ജാഗ്രത, അറിയാത്ത വീതികൾ, ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ, ഇത്തിരി പൂവേ, ചുവന്ന പൂവേ, ഇത്രയും കാലം തുടങ്ങി നിരവധി സിനിമകളിൽ ഇരുവരും ഒന്നിച്ചെത്തി. 1 ആണ് ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച ചിത്രം. അതേസമയം മലയാള സിനിമയിലെ ആദ്യകാല നായക നടനാണ് മധു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ സിനിമ അഭിനയം തുടങ്ങിയ മധു നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി. വയസ്സ് 91 പിന്നിട്ടെങ്കിലും കാലത്തിന്റെ മാറ്റങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും ഉൾക്കൊള്ളുന്ന യഥാർത്ഥ ന്യൂജൻ തന്നെയാണ് ഇദ്ദേഹം. ഓരോ ചോദ്യങ്ങൾക്കും കൃത്യവും വ്യക്തവുമായതുമായ മറുപടികളും നിലപാടുകൾ മടിയില്ലാതെ പറയുകയും ചെയ്യുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാൾ കൂടിയാണ് മധു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അഭിനയത്തിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുകയാണ് താരം. അച്ഛൻ കഥാപാത്രങ്ങളും അതുപോലെ തന്നെ താരങ്ങളുടെ കാരണവർ കഥാപാത്രങ്ങളും ചെയ്ത് മടുത്തുവെന്നതുകൊണ്ടാണ് അഭിനയത്തിൽ നിന്നും ഇടവേള എടുത്തതെന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പക്ഷെ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ വന്നാൽ ഇനിയും സിനിമ ചെയ്യണമെന്ന അതിയായ ആഗ്രഹവും മലയാളത്തിലെ ഈ മുതിർന്ന നടനുണ്ട്. മലയാള സിനിമയ്ക്ക് ഒപ്പം തന്നെ വളർന്ന കലാകാരനായതുകൊണ്ട് തന്നെ പ്രേം നസീർ, സത്യൻ തുടങ്ങി പുതുതലമുറയിലെ താരമായ ദുൽഖർ സൽമാൻ ചിത്രത്തിൽ വരെ നടൻ മധു വേഷമിട്ടിട്ടുണ്ട്. ബോളിവുഡ് സൂപ്പർ സ്റ്റാർ അമിതാഭ് ബച്ചന്റെ കൂടെയും മധു അഭിനയിച്ചിട്ടുണ്ട്. 1969 ഇറങ്ങിയ സാത് ഹിന്ദുസ്ഥാനി എന്ന സിനിമയിലാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചത്. അമിതാഭ് ബച്ചന്റെ ആദ്യ സിനിമ കൂടിയായിരുന്നു ഇത്. മധുവാകട്ടെ അന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന നടനുമായിരുന്നു. K. അബ്ബാസ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഇത്. അബ്ബാസ് ആ സിനിമ എടുക്കുമ്പോൾ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലെ നടന്മാരെ തെരഞ്ഞെടുത്തിരുന്നു. സൗത്ത് ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്തവരിൽ തന്നെയും കൂട്ടിയെന്നാണ് മധു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അതിനെക്കുറിച്ചൊരു ചർച്ച വന്നപ്പോൾ തന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ചെമ്മീൻ സംവിധാനം ചെയ്ത രാമു കാര്യാട്ട് തന്റെ പേര് അബ്ബാസിനോട് സജസ്റ്റ് ചെയ്തുവെന്നാണ് തന്റെ ഓർമ്മയെന്നും മുൻപൊരിക്കൽ മധു പറഞ്ഞിരുന്നു. അതേസമയം അക്കാലത്ത് അമിതാഭ് ബച്ചനുമായും അടുത്ത സൗഹൃദം തന്നെ മധുവിനുണ്ടായിരുന്നു. ആദ്യ ചിത്രത്തിൽ തന്നെ വന്ന് അഭിനയിക്കുമ്പോൾ തന്നെ അമിതാഭ് ബച്ചന് ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നുവെന്ന് മധു എന്ന് പറയുകയുണ്ടായി. അഭിനയിക്കുമ്പോൾ സ്വയം മറക്കുന്ന സ്വഭാവമായിരുന്നു ബച്ചന്റേത്.
പിന്നെ അയാളുടെ ഗാംഭീര്യമുള്ള ശബ്ദം. അന്ന് അഭിനയിക്കുമ്പോൾ അയാൾ ഒട്ടും നെർവസ് ആയിരുന്നില്ല, ആദ്യ ചിത്രത്തിൽ പോലുമെന്നാണ് മധു അമിതാഭ് ബച്ചന്റെ അഭിനയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് പറഞ്ഞത്. പിൽക്കാലത്ത് അമിതാഭ് ബച്ചൻ അപകടത്തിൽപ്പെട്ടപ്പോൾ മധു ശബരിമലയിൽ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക വരെ ചെയ്തിട്ടുണ്ട്. ഇതേപ്പറ്റി താൻ അധികം സംസാരിച്ചിട്ടില്ല എന്നും അതിന്റെ ആവശ്യമുണ്ടെന്ന് തനിക്ക് തോന്നിയിട്ടില്ല എന്നും മധു മുൻപൊരിക്കൽ നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വയ്യാതായപ്പോൾ ശബരിമലയിൽ പോയെന്നത് സത്യമാണെന്നാണ് മധു അന്ന് നൽകിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.